ഷാർജയിലുള്ള മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ്റെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിനുള്ളിൽ കയറാനായിട്ട് ടിക്കറ്റുണ്ട്. രാവിലെ ആദ്യം തന്നെ ചെന്നുകൊണ്ട് ഒത്തിരി തിരക്കൊന്നുമില്ല, വളരെ ഫ്രീ ആയിട്ട് കിടക്കുന്നു. അടിപൊളി ഒരു സ്ട്രക്ചർ, നല്ല കുറേ ഏരിയ, നല്ല അടിപൊളി മ്യൂസിയം സെറ്റ് ചെയ്തേക്കുന്നു. നല്ല ഭംഗിയുള്ള ബിൽഡിങ്, അതുപോലെ തന്നെ കുറേയേറെ ഇടത്ത് കുറേയേറെ കൾച്ചറപരമായിട്ടുള്ളതും അതുപോലെ ഇവരുടെ സിവിലൈസേഷൻ്റെയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി പോകാനായിട്ട് കുറേ ദൂരം നടന്നു പോകാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് വിവരിക്കുന്നില്ല, എങ്കിൽ പോലും പെട്ടെന്ന് ഓടിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള കൃഷി രീതികളെക്കുറിച്ച്, അവരുടെ ആർട്ട് വർക്കുകളെക്കുറിച്ച്, അവരുടെ പല രീതിയിലുള്ള കണക്ക് മാത്തമാറ്റിക്സുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അവരുടെ ഓരോ കാര്യങ്ങൾ, അങ്ങനെയുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിക് സിവിലൈസേഷൻ്റെ കുറേയേറെ കാര്യങ്ങൾ ഇവിടെ വിശദമായിട്ട് വിവരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു സാധാരണ മ്യൂസിയത്തിൽ കയറുന്ന പോലെ കയറി അങ്ങ് ഈസി ആയിട്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി വേണം പോകാൻ. ഇത് നോക്കിയേ, ഇതാണെങ്കിൽ പോലും വളരെ കൗതുകരമാണ്. അവരുടെ ഒരു ആർട്ട് വർക്കാണ്, നോക്കിക്കേ. പതിയെ തലയൊക്കെ അനങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ പാമ്പൊക്കെ പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മ്യൂസിയമാണിത്. കുറേ ദൂരം കുറേ സമയം നമ്മൾ അതിൽ നടന്നു. അപ്പോൾ അതിൽ തന്നെ കാണാനായിട്ട് ഭംഗിയുള്ള കൊത്തുപണികളുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ കണ്ടു നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു പ്രത്യേകമായിട്ടുള്ള ഫീൽ കിട്ടും. ഇത് മുഴുവനും എയർ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ്. അത് ഫുൾ ടൈം അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് അറിയാനായിട്ട് പറ്റിയത്. കാരണം ഇവിടെയുള്ള കുറേയേറെ കാര്യങ്ങൾ പുരാവസ്തുക്കളും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലിഖിതങ്ങളൊക്കെ പുരാവസ്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ AC വേണം. അതുപോലെ ഇത് നോക്കിയേ, ഒരു താത്തയുടെ രൂപത്തിലുള്ളൊരു പെന്ന്, നല്ല രസമല്ല അത് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സുവനീറുകൾ കിട്ടുന്ന കടയും അവിടെ തന്നെ ഉണ്ട്. ഏറ്റവും മുകളിലത്തെ നിലയിൽ കയറുമ്പോഴത്തേനുമാണ് ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണാൻ പറ്റുന്നത്. ഒരു മകുടം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണിത്. 3 നിലയായിട്ടാണ് മ്യൂസിയം. അതിന് മുകളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ ആകാശത്ത് നക്ഷത്രങ്ങളുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വര ചെയ്തു വെച്ചേക്കുന്ന കാണാനായിട്ട് പറ്റും. നമുക്കറിയാം, ഇവരുടെ മുസ്ലിങ്ങളുടെ പെരുന്നാളുകളെല്ലാം ഈ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ നോക്കിയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള സിംബോളൈസേഷനാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഷാർജ കൂടെ കറങ്ങി നടക്കുവാണ്.